പല സംഗീത സംവിധായകരുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു എന്ന് ജോൺസൺ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് നമ്മുടെ അല്ലേ മലയാള സിനിമയിൽ ഏറ്റവും നല്ല പാട്ടുകൾ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. റൈറ്റ്. അല്ല, അതിൻ്റെ ടുവേർഡ്സ് എൻ്റെ അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മൂന്നാം തലമുറ, അതായത് നമ്മൾ പയനിയേഴ്സ് ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്ത് നമ്മുടെ ചിദംബരനാഥൻ അന്ന് പറയുന്നു. ചിദംബരനാഥ് സാറ്, രാഘവ മാഷ്, സ്വാമി, ദേവരാജ മാഷ് അന്ന് പടം ചെയ്യാൻ പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞ ഇന്ന ആൾക്കാരാണ് ദേവരാജ മാഷ്, ONV സാറും. അങ്ങനെ അവർ പ്രസ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ കേരളം മുഴുവൻ പ്രശസ്തരാണ്. പക്ഷെ എൻട്രി സിനിമയ്ക്ക് നാലാമതായിട്ടാണ് തോന്നുന്നത് എനിക്ക്. പിന്നെയാണ് ബാബുക. അപ്പം ഇവർ 5 പയനിയേഴ്സാണ് കുറേ കാലം ഇങ്ങനെ വന്നത്, നല്ല നല്ല പാട്ടുകൾ നമുക്ക് തന്നത്. അതെ. അപ്പം ഈ മ്യൂസിക് ഡയറക്ടേഴ്സിൽ അങ്ങനെ ആരോടൊക്കെയാണ് ആരുടെ പാട്ടുകളോടൊക്കെയാണ് ജോൺസൺ കൂടുതലൊരു അടുപ്പം തോന്നിയിട്ട്? അല്ലെങ്കിൽ ഒരാൾ നമ്മൾ അങ്ങനെ കയറി ഒരു സിംഗിൾ പേഴ്സൺ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സാധാരണ നമ്മൾ പാട്ടുകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് ചെയ്യാം. അങ്ങനെ എനിക്ക് ബാബുക്കയുടെ ഒരു പാട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആ ചെറുപ്പത്തിൽ വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോ ചെവിയിൽ മൂളാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോ ചെവിയിൽ മൂളാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അധികൂടമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അധികൂടമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ, പുഷ്പത്തിൻ തൽപ്പമൊന്ന് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അതിൻ്റെ ഓരോ വേർഡ്സ് പോലും നമുക്ക് എത്ര ഓർമ്മയാണ് നിൽക്കുന്നത് അല്ലേ, ബൈ ഹാർട്ടാണ്.